أدم الصلاة على النبي محمد മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദ് നബിയുടെ മേൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വലാത്തിനെ നിങ്ങൾ നിത്യമാക്കുക. ഫഖബൂലുഹാ ഹത്മൻ ബിദൂന തറദ്ദുദി. അങ്ങനെ ഒരാൾ മുസ്തഫായ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അല്ലാഹു ഫഖബൂലുഹാ ഹത്മൻ ബിദൂന തറദ്ദുദി. അല്ലാഹു ജല്ല ജലാലുഹു ഒരു കാരണവശാലും അത് തട്ടുകയില്ല, അത് തള്ളപ്പെടുന്നതല്ല. ഹത്മൻ നിസ്സംശയം, ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഈ സ്വലാത്ത് പോലെയല്ല മറ്റുള്ള അമലുകൾ, നിസ്കാരം, അതുപോലെ നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ദാനധർമ്മങ്ങൾ, ഇതുപോലെയുള്ള മറ്റുള്ള ആ അമലുകളെല്ലാം സ്വലാത്ത് പോലെയല്ല. അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ലാ സ്വലാത്ത് അലൻ നബി മുഹമ്മദി. നമ്മുടെ മറ്റുള്ള എല്ലാ അമലുകളും, നമ്മുടെ മറ്റുള്ള എല്ലാ ആരാധനകളും ബൈനൽ ഖബൂലി വറദ്ദിഹാ, അല്ലാഹുവിന് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, വറദ്ദിഹാ വേണമെങ്കിൽ അല്ലാഹു അതിനെ തള്ളിക്കളയാം. വേണമെങ്കിൽ അല്ലാഹു സ്വീകരിക്കാം, വേണമെങ്കിൽ അല്ലാഹു അത് തള്ളിക്കളയാം. പക്ഷേ ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദി, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു ഒരു കാരണവശാലും തള്ളില്ല, അല്ലാഹു തട്ടുകയില്ല. സഹോദരങ്ങളെ, മഹാന്മാരായ അഇമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഭവങ്ങൾ എത്രയാണ്. സ്വലാത്തിന്റെ പ്രത്യേകത കേൾക്കണേ മുഅ്മിനീങ്ങളെ. ഒരു സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലിപ്പോയാൽ ഹബീബായ നബി തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ആ പ്രത്യേകതകളും അതിന്റെ പ്രതിഫലങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളും എത്രയാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് തന്റെ വിശ്വവിഖ്യാതമായ കിതാബ് ശിഫായിൽ അതാ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന സംഭവമാണ്. കാന ഫീ ബനീ ഇസ്രായീല റജുലുൻ അസാ റബ്ബഹു മിഅതൈ ആം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ, ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ റജുലുൻ അസാ റബ്ബഹു മിഅതൈ ആം, ഒരു വലിയ ദോഷിയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. 200 ചൊല്ലുവാനും കൊല്ലം അയാൾ ദുനിയാവിൽ ജീവിച്ചു. വളരെ പറയപ്പെട്ട നന്മകളൊന്നും അയാൾ ചെയ്തിട്ടില്ല, ചെയ്യുന്നതായി മറ്റുള്ളവർ കണ്ടിട്ടില്ല. അങ്ങനത്തെ ആ മനുഷ്യൻ ഫലമ്മാ മാത, അയാളങ്ങും മരിച്ചു. അയാൾ മരിക്കുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. എന്താണ് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുന്നതെന്നറിയണ്ടേ? ഓ ജിബ്രീലേ, ഇന്ന സ്ഥലത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട് ജിബ്രീലേ. അയാളെ നാട്ടിൽ ചെന്ന് അയാളെ വീട്ടിൽ ചെന്നിട്ടോ നീ എന്ത് വേണമെന്നറിയുമോ ജിബ്രീലേ? അന്നഗ്സലഹു വകഫനഹു വസല്ലാ അലൈഹി. ആ മനുഷ്യനെ നിന്റെ കരം കൊണ്ട് എന്റെ പ്രവാചകനായ നിന്റെ കരങ്ങൾ കൊണ്ട് ആ മനുഷ്യന്റെ മയ്യിത്തിനെ നീ കുളിപ്പിക്കണം മൂസാ.
വകബനഹു ആ മനുഷ്യന്റെ മയ്യിത്തിനെ നീ കബൻ ചെയ്യണം മൂസ വസല്ലാ അലൈഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമ അങ്ങനെ അവിടെ ചെല്ലുകയാണ്. ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടല്ലോ. ആളുകൾ ആദ്യം പറഞ്ഞു, അങ്ങനെ ഒരാൾ നിങ്ങൾ തിരക്കാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ ഉള്ള വലിയ യോഗ്യതയുള്ള ഒരാൾ ഇവിടെ മരിച്ചിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാമ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോ മൂസ നബിയുടെ സ്വഭാവം ശരിക്ക് അറിയുന്ന ജനങ്ങൾ പറഞ്ഞു, മരിച്ചിട്ടുണ്ട് മൂസ നബിയെ. എവിടെയാണ്? അത് ഇന്ന സ്ഥലത്താണ്. മൂസ നബി അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോ ആരുമില്ല. വിജനമായൊരു പ്രദേശത്ത് ഒരു ചെറിയ വീട്ടിൽ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. മൂസ നബി ചെല്ലുന്നു. അതാ മയ്യത്തിനെ എടുത്ത് മൂസ നബി കുളിപ്പിക്കുന്നു. മൂസ നബിയുടെ പരിശുദ്ധമായ പ്രവാചകന്റെ കരങ്ങൾ കൊണ്ട് കഫൻ ചെയ്യുന്നു. മൂസ നബി ആ മയ്യത്തിന്റെ പിന്നിൽ നിന്ന് ജനാസ നിസ്കരിക്കുന്നു. മൂസ നബി ആ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറടക്കുന്നു. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതെല്ലാം അങ്ങ് കഴിഞ്ഞതിനു ശേഷം അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ്, എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് എനിക്കറിയണം. ജനങ്ങളെ മുമ്പിൽ വലിയ യോഗ്യതയില്ലാത്ത, വലിയ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, പ്രത്യേകിച്ച് നന്മകളൊന്നും പറയാനില്ലാത്ത ഇയാൾ മരിച്ചപ്പോ എത്രയോ ദൂരെ നിന്നും എന്നെ ഇവിടെ വരുത്തിച്ചിട്ട പ്രവാചകനാകുന്ന എന്റെ കരങ്ങൾ കൊണ്ട് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ഞാൻ തന്നെ മയ്യത്ത് നിസ്കരിക്കുകയും ഞാൻ തന്നെ കബറടക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് റബ്ബേ ഈ മനുഷ്യന്റെ യോഗ്യത? ഇദ്ദേഹത്തിന് പറയാനുള്ള പുണ്യം എന്താണ്? ഇറങ്ങി വരുന്നു മാലാഖയായ ജിബ്രീൽ, ആകാശത്തിന്റെ വെള്ളകീർ പൊട്ടിച്ച മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മൂസ നബിയേ, ഇദ്ദേഹത്തിന് ജനങ്ങൾ അറിയാത്ത, നിങ്ങൾ അറിയാത്ത ഒരു യോഗ്യതയുണ്ട്, ഒരു നന്മയുണ്ട്. മൂസ നബിയേ, ലിയന്നഹു നദറ ഫിത്തൗറാത്ത്, നിങ്ങൾക്ക് അല്ലാഹു വേദഗ്രന്ഥമായി, ഇലാഹിയായ പ്രപഞ്ചനാഥന്റെ ദൈവികമായ ഗ്രന്ഥമായി അല്ലാഹു നിങ്ങളുടെ മേൽ ഇറക്കി തന്ന ഗ്രന്ഥമാണല്ലോ തൗറാത്ത്. ആ തൗറാത്ത് ഇയാൾ പലപ്പോഴും വായിക്കാറുണ്ട്. മൂസ നബിയെ, വായിക്കലല്ല അയാളുടെ യോഗ്യത, അത് വായിക്കലല്ല അയാളുടെ പ്രത്യേകത. ആ തൗറാത്തിൽ നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തന്ന വേദഗ്രന്ഥമാകുന്ന തൗറാത്തിൽ നിങ്ങൾക്ക് കാലശേഷം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഈ ലോകത്ത് അവതരിക്കുന്ന ഒരു ഖാതിമുൻ നബിയായ ഒരവസാന പ്രവാചകർ വരാനുണ്ട്. മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച മുൻകാല വേദഗ്രന്ഥങ്ങളിൽ ധാരാളം പരാമർശിക്കുന്നുണ്ട്. ഈ തൗറാത്തിലും മൂസ നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത തൗറാത്തിലോ മുസ്തഫായ നബി തങ്ങളുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ധാരാളം സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന് ആ പേരുണ്ടാവുകയും പ്രവാചകര യോഗ്യതകളും പ്രത്യേകതകളും സ്ഥാനങ്ങളും മാനങ്ങളും മഹത്വങ്ങളും തൗറാത്തിൽ അല്ലാഹു പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ സ്ഥലങ്ങളിലെല്ലാം മുഹമ്മദ് നബിയുടെ മുഹമ്മദ് എന്ന പേര് എവിടെയെല്ലാം തൗറാത്തിൽ അയാൾ കാണുമോ, ആ കാണുന്ന സമയത്തെല്ലാം ഫഖബ്ബലഹു വവളഅഹു അലാ ഐനിഹി വസല്ല അലാ മുഹമ്മദിൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾ എന്ത് ചെയ്യുമെന്നറിയുമോ? ആ തൗറാത്ത് അയാൾ ആ നബി തങ്ങളെ പേര് കാണുന്ന സ്ഥലമെത്തുമ്പോ ആ സ്ഥലത്ത് അയാൾ അവിടെ എത്തുമ്പോ ആ തൗറാത്ത് എടുത്തിട്ട് ഫഖബ്ബലഹു അയാൾ അയാളുടെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ടൊരു ചുംബനം കൊടുക്കും നബിയേ, ഒരു മുത്തം കൊടുക്കും നബിയേ. വവളഅഹു അലാ ഐനൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന്റെ സ്ഥലം കാണുമ്പോ അയാളെ കണ്ണിനോട് ആ തൗറാത്ത് ചേർത്ത് വെച്ചിട്ട് മുത്തം കൊടുക്കും നബിയേ. വസല്ലാ അലാ മുഹമ്മദി ആ മുഹമ്മദ് നബിയുടെ മേൽ അയാൾ ഉച്ചത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലും. യാ മുർസലനബിയേ, അതാണ് ഇയാളുടെ യോഗ്യത, ഇയാളുടെ ക്വാളിഫിക്കേഷൻ അതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ജല്ല ജലാലു എന്നെ പറഞ്ഞു വിട്ടതാണ് അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുവാൻ, അദ്ദേഹത്തെ കഫൻ ചെയ്യുവാൻ, അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുവാൻ, അദ്ദേഹത്തെ കൊണ്ടുപോയി ഖബറടക്കം ചെയ്യുവാൻ എന്നെ അല്ലാഹു പറഞ്ഞ് നിന്നെ അല്ലാഹു നിയോഗിച്ചുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ യോഗ്യത അതാണ്. ആ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി, ആ നബി തങ്ങളുടെ മേൽ അയാൾ സ്വലാത്ത് ചൊല്ലി, ആ മുസ്തഫായ നബിയുടെ മേൽ അയാൾ സ്വലാത്ത് ചൊല്ലി എന്ന പ്രത്യേകതയോട് അല്ലാഹു പറയുന്നു ഫഗഫറതു ലഹു. നബി തങ്ങളെ മഹബത്ത് വെച്ച് ആ പേരിന്റെ സ്ഥലം അയാൾ ചുംബിച്ച് അയാൾ സ്വലാത്ത് ചൊല്ലിയെങ്കിൽ ഫഗഫറതു ലഹു, അയാൾ മരിക്കുന്ന സമയം അയാളുടെ സകല പാപങ്ങളും അല്ലാഹുവായ ഞാനങ്ങ് പുറത്തു കൊടുത്തു. ഫഗഫറതു ലഹു ദുനൂബഹു, അയാളുടെ സകല പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തു. വസവ്വജതുഹു 70 ഹൗറാ, 70 സ്വർഗ സ്ത്രീകളെ, സ്വർഗീയമായ തരുണിമണികളെ ഇയാളെ സ്വീകരിക്കുവാൻ ഖബറിൽ അല്ലാഹുവായ ഞാൻ നിയോഗിച്ചു നബിയേ. പരലോകത്ത് ഇയാളെ സ്വീകരിക്കാൻ 70ഓളം സ്വർഗ സ്ത്രീകളെ അല്ലാഹുവായ ഞാനങ്ങ് നിയോഗിച്ചു പോയി. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മാനപ്പെട്ട വിശ്വവിഖ്യാത പണ്ഡിതൻ ഫാദിൽ ഇയാദ് റഹിമഹുല്ലാഹ് തന്റെ കിതാബ് ശിഫായിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. സഹോദരങ്ങളെ, അപ്പൊ 100 സ്വലാത്തുകൾ ഹബീബായ നബി തങ്ങളുടെ മേൽ മഹബത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് നമ്മൾ എത്ര സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലുന്നത്? ഇന്നും നമ്മൾ ചൊല്ലിയില്ലേ? 100 ചൊല്ലുവാനും സ്വലാത്തുകൾ ചൊല്ലിയില്ലേ? അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നവരെ അല്ലാഹു വെറുതെ ആക്കുമോ? അല്ലാഹു വെറും കൈയോടെ ഈ ലോകത്തു നിന്ന് യാത്രയാക്കുമോ? ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരെ അല്ലാഹു ഒന്നുമില്ലെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് മാന്യമായി യാത്രയയക്കുന്നു.